വിശപ്പ് രഹിത കേരളം എന്ന ആശയം മുൻനിർത്തി കണ്ണൂരിലെ പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ ഒരു വലിയ ചരിത്ര ദൗത്യം ഏറ്റെടുത്തിരുന്നു. 1500 ദിവസമായി കണ്ണൂരിൽ ഭക്ഷണം നൽകിക്കൊണ്ടാണ് ആ ദൗത്യം പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 1500ാമത്തെ ദിവസം ഇവിടെ ഭക്ഷണം നൽകുന്നതിന്, പായസം ഉൾപ്പെടെ ഭക്ഷണം നൽകുന്നതിന് ഇതിൻ്റെ സ്ഥാപക ചെയർമാൻ അഡ്വക്കേറ്റ് പി ശശി, മാഹിയുടെ MLA അശോക് കുമാർ ഉൾപ്പെടെയുള്ള ആളുകളെത്തി, KV സുമേഷ് MLA എത്തി അതിൻ്റെ വിതരണമൊക്കെ നിർവഹിച്ചു. ഇപ്പോൾ അതിൻ്റെ സാരഥികൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം നമുക്ക് അഡ്വക്കേറ്റ് പി ശശി, ഈ പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ ഇത്തരം ഒരു ആശയം കൊണ്ടുവന്നു. അതിൽ വിശപ്പ് രഹിത കേരളം എന്ന ഒരു ആശയം കൊണ്ടുവരുന്നു. അത് ഇങ്ങനെ 1500ാമത്തെ ദിവസം ഇന്ന് എത്തി നിൽക്കുകയാണ്. ഇങ്ങനെ ആഴ്ചയിൽ 6 ദിവസം, ഒരു ദിവസം പോലും മുടങ്ങാതെ ഇങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു പ്രവർത്തനം എങ്ങനെയാണ്? ഞങ്ങൾ ഈ പദ്ധതി പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ ഫീഡ് എന്നൊരു പ്രത്യേക പദ്ധതിയാണ് ആരംഭിച്ചത്. കോവിഡ് അനന്തര കാലത്ത് ഭക്ഷണത്തിന് ലഭ്യത ഇല്ലാത്തൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എല്ലാ സ്ഥാപനങ്ങളും ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നൊരു ആഹ്വാനം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2021 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ചിങ്ങം 1-ന് ഞങ്ങൾ ഈ വിതരണ പദ്ധതി ആരംഭിച്ചത്. നിരവധി ആളുകൾ ഇതിൽ സഹകരിച്ചിട്ടുണ്ട്. ബർത്ത്ഡേക്ക് ഭക്ഷണം സ്പോൺസർ ചെയ്തവരുണ്ട്, മറ്റ് കുടുംബകാര്യങ്ങളുടെ ഭാഗമായിട്ട് ഭക്ഷണം സ്പോൺസർ ചെയ്തവരുണ്ട്. ഇതുവരെ ഒരു മുടക്കവും കൂടാതെ, ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഇവിടെ ഉച്ചയ്ക്ക് 12:30 മണിയാകുമ്പോഴത്തേക്ക് നീണ്ടൊരു ക്യൂ ഉണ്ടാവും, ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഒരു പതി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പ്രതിസന്ധികൾ വന്നെങ്കിലും ഞങ്ങൾ കണ്ടത് ഈ ക്യൂവിൽ ഒരാളെങ്കിലും ബാക്കിയുള്ള ദിവസം വരെ ഭക്ഷണ വിതരണം തുടരണമെന്നാണ്. ആ ഇച്ഛാശക്തിയാണ് പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ്റെ ടീമിന് ഈ നിലയിൽ ജനങ്ങളുടെ സഹകരണത്തോട് കൂടിയിട്ട് ഈ 1500 ദിവസം പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞത്. 5 വർഷം ഈ പദ്ധതി പൂർത്തിയാക്കുകയാണ്. പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ 10 വർഷം പ്രവർത്തനം പൂർത്തീകരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഈ പദ്ധതി ഞങ്ങൾ വിജയകരമായിട്ട് മുന്നോട്ട് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന അതേ ക്യൂ തന്നെ ഇപ്പോഴും ഉണ്ടോ? ആളുകളുടെ എണ്ണം കുറയുന്നുണ്ടോ? തുടങ്ങുമ്പോൾ ഞങ്ങൾ 25 പൊതിയിലാണ് തുടങ്ങിയത്. ഇപ്പോൾ 100 പൊതി എല്ലാ ദിവസവും ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ആളുകളുടെ എണ്ണം കൂടുകയാണ്. അത് മാത്രമല്ല, ഇതോടൊപ്പം തന്നെ ഞങ്ങൾ സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്ക്, ഇവിടെ കണ്ണോത്തുംചാലിലെ സ്പെഷ്യൽ സ്കൂൾ IRPC നടത്തുന്ന സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കും ഞങ്ങൾ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട്. അപ്പോൾ മൊത്തം അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോൾ എത്ര ഭക്ഷണ പൊതികൾ നിങ്ങൾ ഈ 1500 ദിവസത്തെ ഭക്ഷണ പൊതികളുടെ കണക്കെടുത്താൽ ഏതാണ്ട് എത്രയായിട്ടുണ്ടാവും? 1.5 ലക്ഷത്തിലേറെ ആയിട്ടുണ്ടാവും. 1.5 ലക്ഷത്തിലേറെ ഭക്ഷണ പൊതി ഉണ്ടാവും. ഒരു ദിവസത്തെ ഭക്ഷണത്തിന് ഞങ്ങൾ കണക്കാക്കുന്നത് 5000 രൂപയാണ്. അങ്ങനെ കൂട്ടിയാൽ നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയും ഏതാണ്ട് 10-75 ലക്ഷത്തോളം രൂപ ഇതിനകം വിവിധ ആളുകൾ സ്പോൺസർഷിപ്പായി നൽകിയും സ്ഥാപനം എടുത്തും എല്ലാമായിട്ട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. നാട് സഹകരിച്ചിട്ടുണ്ട്, നല്ലോണം സഹകരിച്ചിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയ മതജാതി ഭേദമന്യേ എല്ലാവരും ഇതിനോട് സഹകരിച്ചിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെയാണ് ഇപ്പോൾ 1500 ദിവസം ഒരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്, തുടരാൻ തന്നെയല്ലേ തീരുമാനം? തുടരാൻ തന്നെയാണ്. ഈ ക്യൂവിൽ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ക്യൂവിൽ ഒരാളെങ്കിലും കൈനീട്ടാനുണ്ടെങ്കിൽ അന്നും ഈ ഭക്ഷണം വിതരണം ഞങ്ങൾ തുടരും. എന്തായാലും സ്ഥാപക സെക്രട്ടറി അഡ്വക്കേറ്റ് പി ശശിയാണ് നമ്മൾ, സ്ഥാപക ചെയർമാൻ, ലോ ഫൗണ്ടേഷൻ്റെ സ്ഥാപക ചെയർമാനാണ് അഡ്വക്കേറ്റ് പി ശശി. നമ്മളിപ്പോൾ സെക്രട്ടറി മാഹി MLA ടി അശോക് കുമാർ കൂടി ചേരുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു ആശയം മുന്നിൽ വെച്ച് ഇങ്ങനെ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു 1500 ദിവസമൊക്കെ ഈ ഭക്ഷണം നൽകാൻ കഴിയും, ഇത് തുറന്നു കൊണ്ടുപോകാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ തുടങ്ങുമ്പോൾ ശശിയേട്ടൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരാൾ ഭക്ഷണം വാങ്ങിക്കാനുണ്ടെങ്കിൽ അതുവരെ തുടർന്ന് പോകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് തുടങ്ങിയത്. ആദ്യം 25 ആളിൽ നിന്ന് 100 ആളുകളിലെത്തി. ഇപ്പോൾ നമ്മൾ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സ്പെഷ്യൽ സ്കൂളിലേക്ക് അടക്കം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇത് ജനങ്ങൾ ഭക്ഷണം വേണ്ട എന്ന് പറയുന്ന കാലം വരെ നമ്മളിത് തുടരാനാണ് തീരുമാനിച്ചത്. എന്തായാലും മാഹിയുടെ MLA കൂടിയാണ്. മാഹിയിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടോ? മാഹിയിൽ ഇങ്ങനെയുള്ള സംവിധാനമില്ല. നമ്മൾ ഇനി അത് ആലോചിക്കുന്നുണ്ട്. മാഹിയിലല്ല, കണ്ണൂരിന് പുറമെ വേറെ ഏതെങ്കിലും ഒരു സിറ്റിയിൽ കൂടി ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. എന്തായാലും കണ്ണൂർ ഒരു വിസ്മയം തീർത്തു. തീർച്ചയായിട്ടും വിസ്മയമല്ല, വിശപ്പ് മാറ്റി, അതാണ് നടന്നത്. എന്തായാലും മാഹി MLA അശോക് കുമാർ, സിദ്ധാർത്ഥ് ശശി കൂടി, അഡ്വക്കേറ്റ്
ഈ ഇതിൻ്റെ സെക്രട്ടറിയാണ്. സിദ്ധാർത്ഥ്, നിങ്ങളുടെ ഒരു എഫേർട്ട് അത് എത്ര പറഞ്ഞാലും നമുക്ക് എത്ര അഭിനന്ദിച്ചാലും നമുക്ക് അധികമാവില്ല. ഇങ്ങനെ ഒരു ദൗത്യം, ഒരു തപസ്യ പോലെ ഒരു ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ആ ദൗത്യം മുന്നോട്ട് പോകുമ്പോൾ നാടിൻ്റെ കരുതൽ, നാടിൻ്റെ ഒരു സഹായം, അതാണല്ലോ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയം എന്ന് പറയുന്നത്. അവരോട് ആ സഹായം തന്നവരോടൊക്കെ എന്താ പറയാനുള്ളത് ഈ 1500 ദിവസം എത്തുമ്പോൾ? ആദ്യമായി പറയാനുള്ളത് 25 പൊതികളായി തുടങ്ങിയപ്പോൾ 20 സെക്കൻഡ്, 1 മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ടാണ് 25 പൊതി കഴിഞ്ഞത്. പിന്നെ നമ്മളത് 35 ആക്കി, പിന്നെ നമ്മൾ 50 ആക്കി. തികയാത്തൊരവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ ഒരു നിശ്ചിത സംഖ്യ എന്നുള്ള 100ലേക്ക് എത്തിയത്. ആദ്യം ചോദിക്കുകയുണ്ടായി ആൾക്കാർ കുറയുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ കൂടിക്കൂടി ഈ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത് തുടങ്ങുമ്പോൾ ഒരു പദ്ധതിയായിരുന്നു, ഇന്ന് അതൊരു ഉത്തരവാദിത്വമായി മാറി. കാരണം ഒരു ദിവസം നമ്മൾ ഈ പദ്ധതി വേണ്ട എന്ന് വെച്ചാലോ, ഒരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റാതിരുന്നാലോ 100 പേരോടെ വിശന്നിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു ഉത്തരവാദിത്വമായി മാറി നിൽക്കുന്നൊരവസ്ഥയുണ്ടെന്ന്. ഇതിൽ ശരിക്കും അഭിനന്ദനം അർപ്പിക്കേണ്ടത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും അതുപോലെ ഈ പദ്ധതിക്ക് കൈയറിഞ്ഞ് സംഭാവനകൾ ചെയ്തതുമായിട്ടുള്ള ആൾക്കാർക്കാണ്. അവരുടെ പ്രിയര് അവരുടെ പിറന്നാളിൻ്റെ ദിവസങ്ങൾ, അതുപോലെ മരണാനന്തര ചടങ്ങുകളുടെ ദിവസങ്ങൾ, അങ്ങനെ തുടങ്ങിയ വീട്ടിലെ ഏത് ചടങ്ങിനും, വീട്ടിൽ നമ്മളൊരു 100 ആളെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ തെരുവിൽ കിടക്കുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ 100 പേർക്കും കൂടി നമ്മൾ ഭക്ഷണം കൊടുക്കാം. സഹായം ഇനി എത്തിക്കാൻ എന്താ ചെയ്യേണ്ടത്? സഹായം നൽകണം എന്ന് ആരെങ്കിലും ഇത് കാണുമ്പോൾ കരുതുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്? പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ്റെ ഈ പദ്ധതിയായിട്ട്, ഫീഡ് കണ്ണൂരായിട്ട് ബന്ധപ്പെട്ട പദ്ധതിക്ക് അക്കൗണ്ട് ത്രൂ മാത്രമേ നമ്മൾ പണം വാങ്ങാറുള്ളൂ. അതിൻ്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും നമ്മൾ വെബ്സൈറ്റിലും മറ്റു കാര്യങ്ങളും ഫേസ്ബുക്കിലും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. നമുക്ക് ഇതിനൊരു ഓപ്പറേറ്റിംഗ് ഗ്രൂപ്പും ഉണ്ട്. ആ ഓഫീസിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് ആ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടാണ് 5000 രൂപയാണ് നമ്മൾ ഒരു ദിവസത്തെ ചിലവായിട്ട് കണക്ക് കൂട്ടുന്നത്. അതിലേക്ക് പണം അയച്ചിട്ടാണ് ആൾക്കാർ ഇതിൽ സംഭാവനയും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത്. ഇങ്ങനെ ഈ എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ തന്നെ ആളുകൾ സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇത് സ്ഥാപനത്തിൻ്റെ ഓൺ ഫണ്ട് വെച്ച് മുന്നോട്ട് പോകുന്നതോ അല്ലെങ്കിൽ ഒരു ബൾക്ക് ഫണ്ട് വെച്ച് മുന്നോട്ട് പോകുന്നതോ ക്രൗഡ് ഫണ്ടിങ് വെച്ച് പോകുന്നതോ സ്ഥാപനമല്ല. മറിച്ച് ഇവിടെ ഇരിക്കുന്നവർ തന്നെയും ഈ പദ്ധതി കണ്ട് മുന്നോട്ട് വരുന്നവരും ഒക്കെ കൂടിയായിട്ടുള്ള നാട്ടുകാരും നമ്മുടെ മിത്രങ്ങളായിട്ടുള്ള ആൾക്കാരും എല്ലാവരും കൂടി അവരുടെ സംഭാവന വെച്ച് മുന്നോട്ട് പോകുന്ന പദ്ധതിയാണിത്. അത് 1500 ദിവസം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ 1500 ദിവസം ഇത്രയും ഭക്ഷണം ഇത്രയും ആൾക്കാർ ചേർന്ന് സംഭാവന വെച്ച് ചെയ്യണമെങ്കിൽ അത്രയും വലിയ സഹകരണം ഇതിനുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിന് ഈ ഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുക. ട്രഷറർ അപ്പോൾ ട്രഷറർ വിജയേട്ടാ, ഇത് നമ്മൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ വലിയ സംശയങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. ഈ പണം സ്വീകരിക്കുന്നത് ഏത് രീതിയിൽ? അപ്പോൾ സിദ്ധാർത്ഥ പറഞ്ഞതുപോലെ പണമായി സ്വീകരിക്കുന്നില്ല, തീർത്തും സുതാര്യമായ രീതിയിൽ അക്കൗണ്ട് വഴി മാത്രം പണം സ്വീകരിക്കുന്നു. അപ്പോൾ ട്രഷറർ എന്ന നിലയിൽ പ്രയാസങ്ങളുണ്ടോ? ഒരു പ്രയാസമില്ല. വളരെ സന്തോഷകരമായ ഒരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തത്. അതിന് കാരണം വിശപ്പ് രഹിത കേരളം എന്ന് പറയുന്നൊരു മുദ്രാവാക്യം ഇന്ത്യയെ സംബന്ധിച്ചറിയാം. ധാരാളം സംസ്ഥാനങ്ങളിൽ വലിയ ജനവിഭാഗങ്ങൾ ദാരിദ്ര്യത്തിലുള്ള രാജ്യമുണ്ട്. കേരളത്തിൽ കണ്ണൂരിൽ വിശപ്പ് രഹിത കേരളം എന്ന സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ ശശിയേട്ടൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തപ്പോൾ വളരെ ആവേശകരമായ സമീപനമാണ് പൊതുജനങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത്. പൊതുജനങ്ങളിൽ നിന്നുള്ള സമീപനമാണ് 25 ആളിൽ നിന്നും 100 പേരായി വർദ്ധിച്ചപ്പോൾ എല്ലാ ദിവസവും ഒരു ദിവസവും മുടങ്ങാതെ ഇന്ന് പായസം ഉൾപ്പെടെ നൽകാൻ വേണ്ടി കഴിഞ്ഞ അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും അങ്ങോട്ട് തുടർന്ന് നടത്താനുള്ള ഇച്ഛാശക്തി ഈ സംഘടനയ്ക്കുണ്ട് എന്ന് വിനയപൂർവ്വം അറിയിക്കുകയാണ്. എന്തായാലും ഒരു കൂട്ടായ്മയുടെ ഒരു കരുത്ത്. ഇതിലേക്ക് നൽകുന്ന സംഭാവനകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സംഷൻ ഉള്ളതിനാൽ അവർക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല. ടാക്സ് ഫ്രീ ആണ്, ടാക്സ് എക്സംപ്റ്റഡ് ആണ്. ഇത് ഏത് രീതിയിൽ ബന്ധപ്പെടണം എന്നത് ഒന്നുകൂടി പറയാം. പീപ്പിൾ ലോ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടാണ് ഫീഡ് പദ്ധതിക്ക് തന്നെ പ്രത്യേക അക്കൗണ്ട് ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. ആ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാണ് വേണ്ടത്. അക്കൗണ്ട് നമ്പർ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയമസഹായം കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിയമസഹായം ചെയ്യുന്നുണ്ട്. മറ്റ് വിവിധ കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണം മോട്ടിവേഷൻ പരിപാടി മുതുകാടിൻ്റെ നേതൃത്വം നടത്തുകയുണ്ടായി. വിവിധ രീതിയിലുള്ള പരിപാടികൾ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ്.
എന്തായാലും പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അത് നിയമസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി, അതായത് നിയമസഹായം ആവശ്യമുള്ള ഏതെങ്കിലും ആളുകൾക്ക്, പണമില്ലാത്ത ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരമൊരു പദ്ധതി അവിടെ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ 5 വർഷം മുമ്പ് ഈ കോവിഡ് കാലത്തൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ആരും വലയാൻ പാടില്ല എന്ന ഒരു സന്ദേശം നൽകി. അതിന് വിവിധ സംഘടനകളൊക്കെ തന്നെ കൈകോർക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെയാണ് അഡ്വക്കേറ്റ് പി ശശിയുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വന്നത്. അങ്ങനെ ആ പദ്ധതിയാണ് ഇപ്പോൾ 5 വർഷം മുമ്പ് തുടങ്ങിയ ആ പദ്ധതി ഇപ്പോൾ 1500 ദിവസം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇച്ഛാശക്തിയോടുകൂടി ഈ കാണുന്ന ആളുകളൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലം കൂടിയാണ് അങ്ങനെ ഒരു വലിയ വിജയത്തിലേക്ക് അത് എത്തിയിട്ടുള്ളത്. പായസം ഉൾപ്പെടെയാണ് ഈ 1500 ദിവസം പിന്നിടുമ്പോൾ ഇന്നത്തെ ഇവിടെ ഭക്ഷണം പ്രതീക്ഷിച്ച് എത്തുന്ന ആളുകൾക്ക് നൽകിയിട്ടുള്ളത്. ഒരു ദിവസം പോലും മുടങ്ങാതെ അത് നടത്തി എന്നുള്ളതാണ് ഈ പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ്റെ ഈ പ്രവർത്തനത്തെ ശ്ലാഘിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ആളുകളുടെ ഒരു സഹായം, നാടിൻ്റെ ഒരു സഹായം, അതുതന്നെയാണ് ഈ പദ്ധതിയുടെ വിജയം എന്നുകൂടി ഈ സാരഥികളൊക്കെ തന്നെ പറയുന്നുണ്ട്. അക്കൗണ്ട് ത്രൂ മാത്രമാണ് ഇതിൻ്റെ പണം എത്തുന്നത്. അതിൻ്റെ അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെ നമുക്ക് ഈ സ്ക്രീനിൽ നമുക്കത് കാണിക്കാം. എന്തായാലും നാടൊന്നിച്ച് കൈകോർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കണ്ണൂർ നഗരത്തിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകളുണ്ടാവുക. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ അലയുന്ന വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്നുള്ള രീതിയിൽ തന്നെയാണ് കണ്ണൂരിനെ അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കണ്ണൂരിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുമ്പോൾ 100ഓളം ആളുകൾ വന്ന് ഈ ഭക്ഷണം വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുന്നു എന്നുള്ളതാണ് പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ്റെ ഈ ഫീഡ് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയമായി കാണുന്നത്. കൂട്ടായ്മയുടെ ഒരു വിജയം എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് പി ശശിയും ഇതിനെ വ്യക്തമാക്കിയിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.